പല സമയങ്ങളിലും സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. ഒരുപാട് ആർഗ്യൂ ചെയ്തിട്ട്, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട്, ഒരുപാട് ഒച്ചയെടുത്തിട്ടൊന്നും കാര്യമില്ല എന്ന് കാണുമ്പോഴായിരിക്കും പലരും പല സാഹചര്യങ്ങളിലും സൈലൻ്റ് ആയി പോകുന്നത്. പക്ഷേ ഈ സൈലൻ്റ് ആയി പോകുന്നവരുണ്ടല്ലോ, നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ക്ഷമയുടെ അങ്ങേ അറ്റം എത്തുമ്പോഴായിരിക്കും അവർ ഈ സൈലൻസിലേക്ക് കിടക്കുന്നത്. അതിനുശേഷം ആരെന്തൊക്കെ പറഞ്ഞാലും, ആരെന്തിങ്ങോട്ടേക്ക് ഒച്ചയെടുത്താലും, ആരെന്ത് നമ്മളോട് റിയാക്ട് ചെയ്താലും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരിക്കും. അവർ ആ ഒരു സൈലൻസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യും. നമ്മളില്ലേ ഈ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ നിന്നെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് ആരെങ്കിലും നമ്മളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കയറുന്നു. പിന്നെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്ന കാണാം. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക അല്ലേ? അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഒരു ഫ്രീ ബേർഡ് പോലെ ആയിരിക്കും. കാരണം വേറെ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു വിഷയമേ അല്ല. ഒരു ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ ഇറക്കി വിടും. അങ്ങനെ ഒരു ലാഘവത്തോടെ നമുക്ക് കാര്യങ്ങൾ നോക്കി കാണാനായിട്ട് പറ്റും. സ്റ്റോപ്പ് ഓവർ പ്ലേയിങ് യുവർ റോൾ. എന്താണോ നമ്മുടെ റോള് അത് മാത്രം ചെയ്യുക. അല്ലാതെ ഓവറായിട്ട് ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കാണിക്കുന്നവർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും എപ്പോഴും പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അവരുടെയും എൻ്റെയും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫാക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുക. നമുക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത് മാത്രം ചെയ്യുക. ഇഷ്ടമല്ല എന്നുള്ളിടത്ത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയുക. നമ്മൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെ ആയിരിക്കണം. സോ ഇനിയെങ്കിലും സ്ട്രോങ് ആവുക. ഇനിയെങ്കിലും ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് വിഷമിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ അങ്ങ് മാറുക. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ അതൊരു വെപ്പണായിട്ട് അങ്ങ് സ്വീകരിച്ചേക്കുക. ബാക്കിയൊക്കെ പിന്നെ സെറ്റ് ആയിക്കോളൂന്നേ. അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അതേ മുട്ടക്കറി വെച്ചിട്ടുണ്ട്, പിന്നെ അത് ചായ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നോമ്പുതുറയുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.